യെസ് ഹലോ ചോ ഹായ് നമസ്തേ ക്യാ ഹാൽ ചാൽ. ലെറ്ററോ ഡയറോ ഇല്ലാത്തൊരു ഹിന്ദി ചോദ്യ പേപ്പർ നിങ്ങൾ കാണത്തേയില്ല. സോ ലെറ്ററിൻ്റെയും ഡയറിയുടെയും ഒരു ഫോർമാറ്റിനുപരി ഒരു ടെംപ്ലേറ്റ് ആക്കി സിമ്പിളാക്കി പഠിച്ചാലോ. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കോണ്ടന്റിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ് കൂടും. നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളടക്കം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന സാധനം കുറഞ്ഞു പോയാലും ഈ ഒരു ഫോർമാറ്റിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ബലത്തിൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എന്തായാലും എത്താൻ സാധിക്കും. സോ ठीक है बच्चों, सबको स्वागत है एजू पोर्ट के एक नए हिंदी सेशन के साथ. സോ നേരെ പഠിക്കാം. നേരെ ആദ്യം തന്നെ നമുക്ക് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലേ. സോ ഒരു സുഹൃത്തിന് എഴുതുന്ന സമയത്ത് ഒരു സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതുവാണെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ പത്രത്തിന്റെ ടെംപ്ലേറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പത്രം എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ് എഴുതുക. ഓക്കെ, ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും. അതിന് നമ്മൾ ഹിന്ദിയിൽ സ്ഥാൻ അതുപോലെ തന്നെ എന്താണ് താരിഖാണ്, ST എന്നാണ് ഇതിന്റെ ഫോർമാറ്റ്. ഓക്കെ, സോ ST എന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്ഥാൻ താരിഖ് നമ്മൾ കണ്ണൂർ എന്ന് എഴുതി 13/12/2024 2025 26 ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ആ ഒരാൾ കഴിഞ്ഞിട്ട് അതേ സ്ട്രക്ചർ ഒക്കെ ആ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അലൈൻമെന്റ് നല്ല രസത്തിലാക്കണം. പുതിയൊരു ഫ്രഷ് പേജ് തന്നെ ഇതുപോലുള്ള ലെറ്റർ ഡയറി ഒക്കെ എഴുതുമ്പോൾ കുറച്ച് ബാക്കി അടുത്ത പേജിൽ എഴുതാം. അങ്ങനെ ചെയ്യാതെ ഒരു ഫ്രഷ് പേജ് തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. കാരണം നല്ലൊരു മാർക്കിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ്. സോ ഫ്രഷ് പേജിൽ തന്നെ എഴുതണം. ആ ഒരു ചോദ്യം നമ്പർ എഴുതിക്കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ ആ ഒരു ബോക്സ് പോലെ തോന്നണം, എഴുതിയതിനെ ഒരു ബോക്സ് പോലെ ആയിട്ട് കണക്കാക്കപ്പെടണം. കാരണം നിങ്ങൾ ഒരാൾക്ക് അയക്കുന്നതാണ്. അത്രയും ഒരു ഡിസിപ്ലിൻ നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റിംഗിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, പ്രിയ മിത്ര, പ്രിയ സുഹൃത്തെ, അതുപോലെ തന്നെ എഴുതി വെച്ചോ. വേറെ ഒരു മാറ്റവും ഇല്ല. ഒരു സുഹൃത്തെ എഴുതുമ്പോൾ പ്രിയ മിത്ര, ഇതുവരെ ഓക്കെ ആണോ, ഇതൊന്നും നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് എന്താണ്, തും കേസെ ഹോ, ഹൗ ആർ യു, എന്നിട്ട് എന്താണ്, ടീക്ക് ഹോ നാ, ഓക്കെ, ആർ യു ഗുഡ്, മേ യഹാ കുശൽ ഹോ, ഐ എം ഗുഡ് ഹിയർ. സോ എനിക്ക് ഓക്കെയാണ്, ഞാനിവിടെ ഓക്കെയാണ്. ഘർ മേ സബ് ഠീക് ഹൈ നാ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ, വീട്ടിലെല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഒരുപാട് ചോദ്യം, 2 ചോദ്യം അതിനൊരു ഉത്തരം, ഒരു ചോദ്യം, 3 ചോദ്യം ഒരു ഉത്തരം കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. തും കേസെ ഹോ, ഓക്കെ, നീ എങ്ങനെയുണ്ട്, ടീക്ക് ഹോ നാ, ഓക്കെ അല്ലേ, ഞാനിവിടെ ഓക്കെയാണ്, വീട്ടിലെല്ലാവർക്കും ഓക്കെ ആണോ, ഓക്കെ സെറ്റ്, അങ്ങനെയൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം, മേ തുമേ ഏക് ജറൂരി ബാത് ബതാനാ ചാഹത്താ ഹൂം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിന്നോട് പറയണം. കൽ ഏക് ऐसी घटना घटी, ഘട്ടന ഇൻസിഡന്റ് ഘട്ടി, സംഭവിച്ചു. ഇന്നലെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇന്നലെ സംഭവിച്ചു. ജിസേ മേ അപ്നി ജിന്ദഗി മേ കഭി നഹീ ഭൂൽ സക്താ, അതെനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല, അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. കൽ മേനെ, ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ആ ഒരു ലെറ്ററിന്റെ ചോദ്യത്തെ മനസ്സിലാക്കി നല്ല രീതിയിൽ കോണ്ടന്റ് നിങ്ങൾ എഴുതി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഘർ മേ ബഡേക്കോ മേരാ പ്രണാം കഹന, എല്ലാം എഴുതി കഴിഞ്ഞ് അവസാനത്തെ ഒരു പാരഗ്രാഫ് ആക്കി എഴുതാം. ഘർ മേ ബഡോങ്ക മേരാ പ്രണാം കഹന, വീട്ടിലെ മുതിർന്ന ആൾക്കാരുടെ എൻ്റെ അന്വേഷണം, ആ ഒരു പ്രണാം നമസ്തേ പറയണം. ഓർ ചോട്ടോങ്കോ ബഹുത് സാരാ പ്യാർ ദേന, യങ്ങായിട്ടുള്ള ആൾക്കാർക്ക്, ചെറിയ ആൾക്കാർക്ക് എന്താണ് എൻ്റെ സ്നേഹം, അതൊക്കെ ഒന്ന് കൊടുക്കണം. അതൊക്കെ പറയുന്നതാണ്, ആ ഒരു രീതിയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഹം അഗ്ലേ മഹിനെ ജറൂർ മിലേങ്കെ, നമ്മൾ അടുത്ത മാസം നമ്മൾ എന്തായാലും കാണും. തുമാരെ ജവാബി പത്രക്ക് പ്രതീക്ഷാമേ ഡോട്ട് ഡോട്ട് ഡോട്ട്, നിന്റെ ആ ഒരു റിപ്ലൈ ലെറ്ററിന്റെ പ്രതീക്ഷയിലൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാം. പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറുതായിട്ട് തോന്നും. ഇത് നേരെ നിങ്ങളൊരു പേപ്പറിലേക്ക് മാറ്റി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, കോണ്ടന്റിന്റെ വാസ്റ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വന്നതുപോലെ നിങ്ങൾക്ക് എന്തായാലും തോന്നും. അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. അവസാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആരാണ് ആ ലെറ്റർ എഴുതിയത് അതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ, ഓക്കെ, അത് അതുപോലെ തന്നെ എഴുതാം. ഒരു സിഗ്നേച്ചർ എന്ത് ചെയ്യാം, തുമാരാ മിത്ര, എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ എഴുതുക. ആരാണോ അയക്കുന്നത് അയാളുടെ പേര് എന്ത് ചെയ്യണം, നിങ്ങൾ റൈറ്റ് സൈഡിൽ താഴെ എഴുതി വെക്കുക. ലെറ്റർ റൈറ്ററിന്റെ ആ ഒരു നെയിം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കുക. സോ ലെറ്റർ റൈറ്ററിന്റെ നെയിമാണ് ഈ റൈറ്റ് സൈഡിൽ വേണ്ടത്. ആരാണോ ലെറ്റർ അയക്കുന്നത് അത് റൈറ്റ് സൈഡ് കൊടുത്തു. ഇനി അതേ അലൈൻമെന്റിൽ തൊട്ട് താഴെ എന്ത് ചെയ്യണം, സേവാമേ ടു അഡ്രസ്, ആർക്കാണോ അയക്കുന്നത്, സുഹൃത്തിനാണ് ഒരു ലെറ്റർ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് അയക്കാം, ഞാൻ ആ ലെറ്റർ സ്വീകരിക്കാം. ഞാൻ എന്ന സുഹൃത്തിന് നിങ്ങൾ ലെറ്റർ അയച്ചോ. എന്ത് ചെയ്യണം, ധീരജ് വില്ല, കണ്ണൂർ കേരള 670-602. സോ മയിൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പിൻകോഡാണ്. സോ നിങ്ങൾക്ക് എനിക്ക് ലെറ്റർ ചെയ്യുന്ന പോലെ ഇതുപോലെ അയച്ചോ. സെറ്റ് അല്ലേ, ഈസി അല്ലേ. ഓക്കെ, പിൻകോഡ് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും 1 2 3 4 5 6 7, ഓക്കെ 6 വരെ എഴുതരുത്, 1 2 3 4 5 6. ഓക്കെ, സോ ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിൻകോഡ് എഴുതാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ. സേവാമേ എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് ആണ്. ആർക്കാണോ അയക്കുന്നത് അതാണ് സേവാമേ, ടു അഡ്രസ് ആണ്. സേവാമേ മറക്കരുത്, സേവാമേ എന്നാണ് ടു അഡ്രസ്സിനെ ഹിന്ദിയിൽ പറയുന്നത്. ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേര്, നാം, പത്ത, അഡ്രസ്, അത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. പരിപാടി തീർന്നില്ലേ, സൂപ്പർ അല്ലേ, ഒരുപാടില്ലേ എഴുതാൻ വേണ്ടിയിട്ട്. ഒന്ന് പേപ്പറിൽ എഴുതി നോക്കൂ, യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. സോ ഇത്രയും വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആശയമൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് എത്തും. അലൈൻമെന്റ് മറക്കരുത്, അലൈൻമെന്റ് ഒന്ന് എഴുതി പഠിക്കുക വേണം. ഹിന്ദി എക്സാമിന്റെ ദിവസം പോയി എഴുതരുത്, അതിന് മുമ്പ് ഒന്ന് എഴുതി പഠിച്ചു നോക്ക്, നല്ലൊരു മാർക്കിലേക്ക് എത്തും. ഫീൽസ് ഓക്കെ, പ്ലീസ് ഞാൻ പറയാണ് ചെയ്യുന്നത്, കാരണം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, വിത്തൗട്ട് പ്രാക്ടീസ് ഞാൻ പറഞ്ഞു ഒന്നും കിട്ടത്തില്ല. സോ ഒരു പ്രാക്ടീസ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഒന്ന് എഴുതിയിട്ട് ഒന്ന് ഒരു തവണ എഴുതിയാൽ മതി. ഒരു തവണ നിങ്ങളൊന്ന് നോട്ടിൽ എഴുതി, ഓക്കെ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, ഇറ്റ് മേക്സ് എ ഡിഫറൻസ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു തവണ നിങ്ങൾ
നിങ്ങൾ എന്തായാലും ഇത് എഴുതി വെക്കണം. സെറ്റ് അല്ലേ? സോ അലൈൻമെന്റ് എന്തായാലും ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ലെറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സേവാമേ ഇവിടെ കഴിഞ്ഞു, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു അലൈൻമെന്റ് നോക്കി ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ ഒരു വരയുടെ താഴെയായിട്ടാണ് വരുന്നത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു അലൈൻമെന്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. യു വിൽ ഈസിലി ഗെറ്റ് ദ നോട്ട്സ്. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡയറിയെ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാം. സോ ഡയറിയാണ് അടുത്ത ആൾ. സോ ഡയറിയുടെ ടെംപ്ലേറ്റ് ആണ്, ഒരുപാടുണ്ട്. നല്ല രസത്തിൽ നിങ്ങൾക്ക് പഠിക്കാം, നല്ല രസത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ നേരെ കിടക്കാം വീഡിയോയിലേക്ക്. സോ ഡയറിയെ എങ്ങനെ 1 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാം, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറി സൂപ്പറായിട്ട് എങ്ങനെ എഴുതാം എന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഡയറി എഴുതുമ്പോൾ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ലെറ്റർ എഴുതുമ്പോൾ സ്ഥാൻ താരിഖ് എഴുതി. ഇവിടെ TD ആണ് വേണ്ടത്. താരിഖ് ദിൻ, സ്ഥാൻ അവിടെ പോയി. ഓക്കെ, സ്ഥാൻ താരിഖ് അവിടെ എഴുതി, ഇവിടെ താരിഖ് ദിൻ. ഓക്കെ, ഒരു STD എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, STD എന്ന് പഠിച്ചാൽ മതി. ST എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം, സ്ഥാൻ താരിഖ് എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് കൊടുക്കും? ലെറ്ററിന് കൊടുക്കും. താരിഖ് ദിൻ എന്ന് പറയുന്ന ആൾ ആരെടുക്കും? നമ്മൾ ഡയറിക്ക് എടുക്കും. ഓക്കെ, സോ STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാൻ താരിഖ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റും. ST എന്ന് പറയുന്ന സ്ഥാൻ താരിഖ് എവിടെ എഴുതണം? ലെറ്ററിന് എഴുതണം. താരിഖ് ദിന്നെ ആർക്ക് എഴുതണം? ഡയറിക്ക് എഴുതണം. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് താരിഖ് ദിൻ നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞു അല്ലേ? താരിഖ് ദിൻ നമ്മൾ എഴുതി. അടുത്ത എന്താണ്? പ്രിയ മിത്രേ, പ്രിയ സുഹൃത്തേ, ആജ് കാ ദിൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എഴുതാറില്ല പലരും, പക്ഷേ എഴുതിക്കോ, മാർക്കൊന്നും പോകത്തില്ല. സോ പ്രിയ ഡയറി, പ്രിയപ്പെട്ട ഡയറി, ഇത് ലെഫ്റ്റ് സൈഡിൽ തന്നെ എഴുതണേ. ഓക്കെ, താരിഖ് ദിന് ലെഫ്റ്റ് തന്നെ, പുതിയ ഫോർമാറ്റിൽ ലെഫ്റ്റിലാണ് എഴുതാറ്. സോ പ്രിയ ഡയറി എന്ന് എഴുതി. ആജ് കാ ദിൻ മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ ഹൈ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അത്രയും അവിസ്മരണീയമായിട്ടുള്ള ദിവസമാണ്. സുബഹ് സബ് കുച്ച് സാമാന്യത, രാവിലെ എല്ലാം ഓക്കെയാണ്, രാവിലെ എല്ലാം സാമാന്യമായിരുന്നു. ലേക്കിൻ ആജ് ऐसी घटना घटी, പക്ഷെ ഇന്നൊരു സംഭവം സംഭവിച്ചു. ജോ മേരി ജിന്ദഗി മേ പെഹലെ കബി നഹി ഹുയി, അതെൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇസ് ഘടനാനെ മേരി സോച്ച് കോ പൂരി തര ബദൽനെ മേ മദദ് കി. ഈ ഒരു ചിന്ത എൻ്റെ തോട്ട് പ്രോസസ്സിനെ തന്നെ, ചിന്തയെ തന്നെ നല്ല രീതിയിൽ വികസിപ്പിക്കാനും ഒരു മാറ്റം കൊണ്ടുവരാനും എൻ്റെ തോട്ട് പ്രോസസ്സിനെ തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിച്ച ഒരു ഘടനയാണ് ഇന്ന് സംഭവിച്ചത്. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ആജ് മേനെ ഇസ് വ്യക്തി കോ മിലാത്ത, ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു, അതാണ് X എന്നിട്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടതിനെ കുറിച്ചാണെങ്കിൽ ഇതുപോലെ എഴുതാം. കുത്തൂത്ത് ആ കോണ്ടന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റാക്കി അതിൻ്റെ ഇടയിൽ എഴുതി വെക്കണം. മേരെ പാസ് ഭാവനോ കോ വ്യക്തി കർണേക്കിലെ ശബ്ദ നഹി ഹെ, എൻ്റെ അടുത്ത് ഭാവന, എൻ്റെ ഇമോഷൻസിനെ വ്യക്തമാക്കാൻ ശബ്ദങ്ങളില്ല. ഈ ദൃശ്യനെ മേരെ മൻകോ ഗഹര പ്രഭാവ് ചോട് ദിയാ ഹെ, ഈ ദൃശ്യം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള ഒരു ഗഹര. ഓക്കെ, സോ ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് മേരെ മൻ പർ ഗഹര പ്രഭാവ് ചോട് ദിയാ ഹെ, വളരെ ആഴത്തിലുള്ളൊരു പ്രഭാവമാണ് ഈ ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത്. ഓക്കെ, മേരി ചേതന നെയ് സോച്ച് ഭർറുടി, എൻ്റെ കോൺഷ്യസ് എന്ന് പറയുന്നത് പുതിയ ചിന്തകളാൽ നിറഞ്ഞു. ഈ ഒരു ഇൻസിഡന്റ് കാരണം എനിക്കുണ്ടായ പരിവർത്തനമാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾക്ക് എഴുതാം. മേനെ ബഹുത് കുച്ച് സിക്ക, ആജ് ബഹുത് കുച്ച് സിക്ക, മേനെ ആജ് ബഹുത് കുച്ച് സിക്ക, ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മേ ഇസ് ദിൻ കോ കബി നഹി ഭൂൽ പാऊंगा, ഈ ഒരു ദൃശ്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അബ് ബഹുത് രാത് ഹോ ഗയി, ശുഭ് രാത്രി, ഒരുപാട് രാത്രി ആയിട്ടുണ്ട്, ശുഭ് രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡയറി അവസാനിപ്പിക്കാം. സെറ്റാണോ? സെറ്റല്ലേ? കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റാക്കി എഴുതി വെക്കുന്നു, രസത്തിൽ എഴുതി വെക്കുന്നു. പരിപാടി ഈസിയാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്ന് എഴുതി പഠിക്കണം. ഞാൻ പറഞ്ഞു, യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, സോ റൈറ്റിംഗ് പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ ഒരു തവണ ഈ ലെറ്ററും ഡയറി ഒന്ന് നോട്ടിൽ എഴുതി നോക്കിയേ, യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ഞാൻ വീണ്ടും പറയാണ് ചെയ്യുന്നത്, ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് പോകാം. എക്സാം ഹാളിൽ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. സോ ആദ്യം നിങ്ങൾ ഇതൊന്ന് നോട്ട് ബുക്കിൽ എഴുതണം, എന്നിട്ടൊന്ന് റിവൈസ് ചെയ്താൽ തന്നെ നല്ലൊരു മാർക്ക്, നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഓണം എക്സാം തൂഫാനാക്കാൻ എജുപോഡിൻ്റെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. സോ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴെ നിങ്ങൾക്ക് എന്താണ് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് ഫോം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ കൂടെ എജുപോഡിൻ്റെ കൂടെ പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും എത്താൻ സാധിക്കുന്നതിനാണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഫ്രീ നോട്ട്സ്, കമ്മ്യൂണിറ്റി, അതിലൊക്കെ തുടങ്ങിയ ലിങ്ക്സ്, ഓക്കെ, ഫ്രീ ലിങ്ക്സ് ഒക്കെ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. സോ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സും ചെക്കൗട്ട് ചെയ്താൽ മതി. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ലൊരു പ്രിപ്പറേഷൻ നടത്തൂ, നല്ലൊരു മാർക്കിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കോൺവെർസേഷൻ അതുപോലെ തന്നെ പട്കഥയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് തന്നെയാണ്. സോ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. എത്രമാത്രം യൂസ്ഫുൾ ആയി ഒരു വീഡിയോ എന്നൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. तो ठीक है बच्चों, मिलते हैं अगली वीडियो के साथ. तब तक के लिए धन्यवाद. लाइक करना मत भूलो यार. तो ठीक है बच्चों, मिलते हैं. जय हिंद, थैंक यू.